ഹലോ എവരിവൺ, ഹാവ് യു ബീൻ ഹിയറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സീസർ. അപ്പോൾ നമ്മൾ കൊടൈക്കനാൽ വീഡിയോയുടെ അവസാനത്തെ ഭാഗമാണിത്. ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല അടിപൊളി ചായ കിട്ടുന്നൊരു കടയുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ കടയിൽ നല്ല ചായ മേടിച്ച് കുടിച്ചിട്ട് ഞങ്ങൾ രാവിലെ തന്നെ താഴേക്ക് ഇറങ്ങി. ഇറങ്ങുന്ന വഴിയിൽ നല്ല സ്വീറ്റ്സും കാപ്പിപ്പൊടിയൊക്കെ കിട്ടുന്നൊരു കടയുണ്ടായിരുന്നു. കുറേ കടകളുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കടകളിൽ കയറിയിട്ട് കോണ്, അതേപോലെ ഫ്രൂട്ട്സ്, ലോങ്ങൻ, സ്ട്രോബെറി ഇതെല്ലാം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ മേടിച്ചു. ക്യാരറ്റും മേടിച്ചു. നല്ല ഫ്രഷ് ക്യാരറ്റായിരുന്നു. അത് പച്ചയ്ക്ക് തിന്നാൻ തന്നെ നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ സ്ഥലങ്ങളെ പറ്റിയല്ല, ഞാൻ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മഴ ഇഷ്ടമാണെങ്കിൽ, അതേപോലെ കുറച്ചുകൂടി അഡ്വഞ്ചറായിട്ടാണ് നിങ്ങൾ കയറാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജൂൺ ജൂലൈ മാസത്തിൽ കൊടൈക്കനാൽ പെർഫെക്റ്റ് ടൈമാണ്. കാരണം ആ സമയത്ത് നല്ല മഴയും ഒരു കാടിൻ്റെ പ്രതീതിയൊക്കെ നമുക്ക് കിട്ടും. അതല്ല നിങ്ങൾക്ക് തണുപ്പാണ് കൂടുതൽ വേണ്ടതെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി ഈ മാസങ്ങളിൽ ട്രാവൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഫാമിലി ആയിട്ടൊരു ഗെറ്റ് അവേ, അതായത് നമ്മളിവിടെ നല്ല ചൂടുള്ള സമയത്ത് കുറച്ചൊരു സുഖമുള്ളൊരു തണുപ്പിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഏപ്രിൽ, മെയ്, മാർച്ച് ഈ മാസങ്ങളിലൊക്കെ നല്ല ടൈമായിരിക്കും. എപ്പോഴും കൊടൈക്കനാലിൽ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ക്ലൈമറ്റാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പാസ് സംവിധാനം വന്നതോടുകൂടി തന്നെ തിരക്കുകൾ ഒഴിവായിട്ടുണ്ട്. അവിടെ ആ ട്രാഫിക് മാറ്റങ്ങൾ കൊണ്ടുവന്നതോടുകൂടി ബ്ലോക്ക്സ് ഒഴിവായിട്ടുണ്ട്. ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ് നല്ലതായിട്ടാണ് കൊണ്ടുവരുന്നത്. നിങ്ങളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും കൂടുതൽ ക്യാരി ചെയ്യാതെ നോക്കുക. പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വണ്ടിയിൽ ചെക്കിങ്ങും ഉണ്ടാവും, അതേപോലെ തന്നെ അതിന് ഫൈൻ അടിച്ചു തരികയും ചെയ്യും. വേറൊരു കാര്യം, നിങ്ങൾ കൊടൈക്കനാലിൽ സിറ്റിക്കകത്ത് തന്നെയാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 800 രൂപയ്ക്കും 1500 രൂപയ്ക്കും നല്ല സ്റ്റേസ്, നല്ല ക്ലീൻ ആയിട്ടുള്ള സ്റ്റേസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇത് നിങ്ങൾ പൂണ്ടി, മന്നവനൂർ, വട്ടക്കനാൽ ഇങ്ങോട്ടൊക്കെയാണ് നോക്കുന്നതെങ്കിൽ സ്റ്റേയുടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കുറയും. അതേപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് നിങ്ങൾക്ക് കൂടുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ സ്വിഗ്ഗി അവൈലബിൾ ആണ്. നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് അഥവാ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിക്കാവുന്നതാണ്. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്നും ഏകദേശം 7-8 മണിക്കൂറാണ് നിങ്ങൾക്ക് കൊടൈക്കനാൽ എത്താനുള്ള ആവറേജ് ടൈം. നിങ്ങൾ നിർത്തുന്നതും ഒക്കെ അനുസരിച്ചിരിക്കും. മഴക്കാലത്താണ് വരുന്നതെങ്കിൽ ഇവിടെ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞ് പളനി എത്താറാകുമ്പോഴത്തേക്കും ധാരാളം വാളം പുളികളും ഒക്കെ മേടിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം. തിരിച്ച് പൊള്ളാച്ചി വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ പൊള്ളാച്ചിയിലോ അഥവാ തേനി വഴിയാണ് വരുന്നതെങ്കിൽ തേനിയിലോ വെച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ പൊള്ളാച്ചി വഴിയാണ് വന്നത്. പൊള്ളാച്ചിയിൽ നിന്ന് ഞങ്ങൾ അത്യാവശ്യം പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടാണ് വന്നേക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് യു ബീൻ ഹിയർ?